കേരളം ഇനി ബൂത്തിലേക്ക്. കനത്ത ചൂടിൽ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. ഈ ഭരണം 15ാമത്തെ കൊല്ലത്തിലേക്ക്, അതായത് 1.5 പതിറ്റാണ്ടിലേക്ക് നീളണോ? 15 കൊല്ലം പിണറായി വിജയൻ കേരളം ഭരിക്കണോ അതോ മാറണോ? ഒരു ഭരണമാറ്റം കേരളത്തിൽ വേണം. ഇത് മാത്രമാണ്, ഈ 2 ചോദ്യങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ഉത്തരം കിട്ടേണ്ടത്. ജനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി മണിക്കൂറുകൾ. 3 മുന്നണികൾ. ഇടതുമുന്നണി പറയുന്നു ഭരണം തുടരുമെന്ന്, UDF പറയുന്നു ഭരണം പിടിക്കുമെന്നും പിണറായി ഭരണം അവസാനിപ്പിക്കുമെന്നും. UDF പറയുന്നത് ജനം കാത്തിരിക്കുകയാണ് പിണറായിയെ വോട്ട് കുത്തി പുറത്താക്കാൻ. ഇനി NDA അവർ പറയുന്നത് ഭരണം പിടിക്കുമെന്നതിലുപരി തൂക്ക് നിയമസഭ വരും എന്നതാണ്. കേരളത്തിൽ തൂങ്ങിയാടുന്ന ഒരു നിയമസഭ വരുമെന്നും ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നും BJP പറയുന്നു. BJP 2 അക്ക സീറ്റുകൾ പിടിക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും 3 മുന്നണികളും വ്യത്യസ്ത നിലപാടിലാണ്. അവസാന ലാപ്പിൽ ഇടതുമുന്നണിയും UDFും തീപ്പൊരി യുദ്ധമായിരുന്നു. അതായത് ഇന്ന് കലാശക്കൊട്ട് യുദ്ധം UDFും ഇടതുമുന്നണിയും തമ്മിൽ മുഖാമുഖം നടത്തി. അതിൽ മാത്യു കുഴൽനാടൻ 2028 പ്രളയം ഉണ്ടാക്കിയത് അന്നത്തെ ഇടത് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് ആണ് എന്ന ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി 500 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ശബ്ദരേഖ വന്നതോടെ തിരുവല്ലയിലെ മാത്യു ടി തോമസിന്റെ ജയസാധ്യതകൾക്ക് മങ്ങലേറ്റു. മാത്രമല്ല തിരുവല്ലയിൽ UDFിന്റെ ആധിപത്യവും ഉണ്ടായി. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെല്ലാം UDF പുറത്തുവിട്ട 2018 പ്രളയത്തിന്റെ തെളിവുകൾ ഒരു ബോംബായി മാറി. 450 പേരെ കൊന്നത് ആർത്തിമൂത്ത അഴിമതിക്കാരുടെ പ്രവൃത്തിയായിരുന്നു എന്നും അത് ഒരു കൊലപാതക പരമ്പര ആയിരുന്നു എന്നുമൊക്കെ അറിയുമ്പോൾ നമ്മൾ നടുങ്ങുകയാണ്. ഇത് തിരുവല്ലയിലടക്കം UDFിനെ കുതിച്ചു കയറാൻ ഒരു കാരണമായി. മറ്റൊന്ന്, തെലങ്കാന കോൺഗ്രസ് മുഖ്യമന്ത്രിയും പിണറായി വിജയനും തമ്മിൽ ഇന്ന് തൃശൂർ പൂരത്തിന്റെ കുറ്റമറ്റ മോഡലിൽ പോർവിളി നടത്തി എന്നുള്ളതാണ്. പിണറായി വിജയനെ പോ മോനെ വിജയ എന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചു. അതിന് മറുപടിയായി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ മോദി എന്ന് വിളിച്ച് തിരിച്ചടിച്ച് തെലങ്കാന മുഖ്യമന്ത്രി. മറ്റൊന്ന് ശശി തരൂരിന്റെ പ്രസ്താവനകളായിരുന്നു. കേരളത്തിലെ യുവത ഏറെ സ്നേഹിക്കുന്ന, നിഷ്പക്ഷമതികൾ ഏറെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശശി തരൂർ പറയുന്ന രാഷ്ട്രീയം ഇന്ന് ചർച്ചയായി. നിങ്ങൾക്ക് ഭരണം മാറണോ? കേരളത്തിൽ 15 കൊല്ലം ഈ സർക്കാർ തുടരണ്ട എങ്കിൽ UDFിന് വോട്ട് ചെയ്യണം. BJPക്ക് ഭരണം മാറ്റാനുള്ള കഴിവില്ല. BJPക്ക് ഭരണം മാറ്റാൻ വോട്ട് ചെയ്താൽ അതിൽ കാര്യമില്ല. ഭരണം മാറ്റാൻ UDFിനെ കഴിയൂ. അതിനാൽ ഈ ഭരണം 15 കൊല്ലം നീളാതിരിക്കാൻ UDFിന് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നതും വൈറലായി. BJP ക്യാമ്പ് 2 അക്ക സീറ്റിലേക്കും തൂക്ക് നിയമസഭയിലേക്കും ഉറ്റുനോക്കുകയാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് അഗ്നിപരീക്ഷയിലാണ്. മറ്റു മണ്ഡലത്തിൽ പ്രചാരണത്തിന് പോലും പോകാതെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ക്യാമ്പ് ചെയ്ത് ജയിക്കാനായി കഷ്ടപ്പെടുകയാണ്. BJP കൊട്ടിക്കലാസത്തിന് വലിയ കോളിളക്കമൊന്നും ഇന്ന് ഉണ്ടാക്കിയില്ല. BJPയുടെ എല്ലാ നേതാക്കളും തകൃതിയായി അവരവരുടെ സീറ്റുകളിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ്. NDA ക്യാമ്പിലെ ഈ ഇലക്ഷനിലെ ഒരു പോരായ്മ, അവർക്ക് കേരളമാകെ ഓടി നടക്കാൻ UDF LDF ക്യാമ്പിലെ പോലെ ഒരു VD സതീശനോ പിണറായി വിജയനോ K സുധാകരനോ ശശി തരൂരോ ഇല്ലായിരുന്നു എന്നതായിരുന്നു. CPMനും കോൺഗ്രസിനും വൻ നേതാക്കളുടെ പട തന്നെ കേരളമാകെ ഓടാൻ ഉണ്ടായിരുന്നു. NDA നേതാക്കളെല്ലാം അവരവരുടെ സീറ്റുകളിലെ മത്സരത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പാലക്കാടാകട്ടെ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടും 1-ാം നമ്പർക്കാരിയും. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയം ഉറപ്പിച്ച രീതിയിലാണ്. മാത്രമല്ല മഞ്ചേശ്വരത്തും ജയസാധ്യതയിൽ മുന്നിൽ തന്നെയാണ്. നേമത്തും BJP പ്രതീക്ഷയിലാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശ്വാസികളുടെ വോട്ട് മുൻകാലത്തെ പോലെ UDFിനെ തുണയ്ക്കുമോ എന്നും BJP സംശയിക്കുന്നു. മാത്രമല്ല തൂക്ക് നിയമസഭ എന്ന BJPയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് തിരിച്ചടിയാകുമോ എന്ന സംശയവുമുണ്ട്. എന്തായാലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത, ആർക്കും സർക്കാർ രൂപീകരിക്കാനാകാത്ത ഒരു കേരളമാണ് NDA വിലയിരുത്തുന്നത്. അങ്ങനെ വന്നാൽ കേരളം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും പോലും നീങ്ങും. എന്തായാലും ഭരണ തുടർച്ചയും അട്ടിമറി വിജയങ്ങളും ലക്ഷ്യമിട്ട് 3 മുന്നണികളും വലിയ പ്രത്യാശയിലാണ്. വികസന നേട്ടങ്ങളും തെക്കൻ കേരളത്തിലെ സ്വാധീനവുമൊക്കെ വോട്ടായി മാറുമെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും LDFിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ശബരിമല വിഷയവും സർക്കാരിന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തങ്ങളെ അധികാരത്തിലേറ്റുമെന്ന് UDF വിശ്വസിക്കുന്നു. അതേസമയം ഇത്തവണ കേരളത്തിൽ കറുത്ത കുതിരകളാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. വിവാദങ്ങളും ആരോപണങ്ങളും നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ പ്രചാരണ വേദി. വയനാട് ദുരന്തബാധിതർക്കുള്ള ഫണ്ട് വിനിയോഗം, പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം തുടങ്ങിയ വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ സജീവ ചർച്ചയായ വിഷയങ്ങളാണ്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ വലിയ മുന്നേറ്റമാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തങ്ങളുടെ കോട്ടകൾ തകരില്ല എന്ന ഉറച്ച വിശ്വാസം ഇടതുമുന്നണിക്കുമുണ്ട്. വടക്കൻ കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. വരട്ടെ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ജനം വിധി എഴുതും. പിന്നീട് ആ വിധിയുടെ ഫലം എന്താണ് എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.